മത്തിമുട്ട ഇങ്ങനെ പീര പറ്റിച്ച് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലയെന്നുണ്ടെങ്കിലേ എന്താണെങ്കിലും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ. എന്നും നമ്മൾ വറുത്തല്ലേ കഴിക്കുന്നതെന്ന് അതിൽ നിന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ. അധികം പണി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി തിരുമ്മി കൂട്ടി ഒന്ന് അടുപ്പേ വെച്ച് കൊടുത്താൽ മതി. അവരവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോഴേ ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് നമ്മുടെ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ചേർക്കുക. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. മുളക് പൊടി കുറച്ച് മതി കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് അധികം നിന്നോട്ടെ. മഞ്ഞ കളറിലാണല്ലോ പീര ഇരിക്കുക. അതിനകത്തേക്ക് നാളികേരവും ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് നമ്മുടെ മീൻമുട്ടയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം അടി പിടിക്കാതിരിക്കാൻ മാത്രം ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. അതിങ്ങനെ വറ്റി വെള്ളമൊക്കെ വറ്റി വരുന്നൊരു പാകത്തിലേക്ക് എത്തുമ്പോൾ ഒരു തോരൻ്റെയൊക്കെ പരുവെത്തും കേട്ടോ. ഇത് നമുക്ക് മത്തി മുട്ടാന്നില്ല, നമുക്ക് നമ്മുടെ തൊലിയോ അല്ലെങ്കിൽ മത്തി തന്നെയോ ഇങ്ങനെ പീര വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. വീട്ടിലൊക്കെ അമ്മ ഇപ്പോഴും മത്തി വാങ്ങിക്കുമ്പോൾ ഒരു പോർഷൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. പീരയ്ക്ക് കുറച്ച് ഫാൻസി കൂടുതലാണെന്ന്. ഞാനിവിടെ നല്ല കാന്താരിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പീര വറ്റിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ പീര വയ്ക്കുമ്പോൾ എരിവിനായിട്ട് കാന്താരിയോ ഉണ്ടമുളകോ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേക ഫ്ലേവറാണ്.